Okay, well, Euro USD 8th January 2026 മന്ത്ലി ബയാസിലേക്ക് നോക്കുക. മന്ത്ലി ബയാസ് ഡീലിംഗ് റേഞ്ച് ആയിരുന്നു യൂറോ USD. ഡീലിംഗ് റേഞ്ച് മുകളിലേക്ക് പോയി, ലിക്വിഡിറ്റി എത്തി. നമുക്ക് മന്ത്ലിയിൽ ഒരു റേഞ്ച്, ക്വാർട്ടർലി ഷിഫ്റ്റ് നോക്കുമ്പോൾ റേഞ്ചിങ് ആണ് കാണിക്കുന്നത്. മന്ത്ലി CRT നോക്കുകയാണെങ്കിൽ ഇതാണ് മന്ത്ലി CRT ഹൈ. മന്ത്ലി CRT ഹൈ, ഇത് മന്ത്ലി CRT ലോയ്. മന്ത്ലി CRT ലോയ് ഇതാണ്. ദെൻ അത് പറഞ്ഞാൽ ജൂൺ മന്താണ്. ദെൻ സെപ്റ്റംബർ മന്ത് അത് CRT ഹൈ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ചുള്ളിൽ ക്ലോസ് ചെയ്തു. മാനിപ്പുലേറ്റ് ചെയ്തത് ഇതാ ഈ കാണുന്ന FEGയിലേക്കാണ്. മന്ത്ലി FEG പ്രീവിയസ് ഉണ്ടായിട്ടുള്ള എക്സ്റ്റേണൽ റേഞ്ചിലുള്ള ഒരു മന്ത്ലി FEGയിലേക്കാണ്. മന്ത്ലി FEGയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു. താഴെ CRT ലോയിലേക്കുള്ള വരുവാണ്. അവിടെയുള്ള വേറെയുള്ള കീ ലെവൽസ് അല്ലെങ്കിൽ ഡ്രോൺ ഷോർട്ട് ടൈം ഡ്രോൺ ലിക്വിഡിറ്റീസ് ഈ ഒരു IFEG ഉണ്ട്. ഈ ഒരു IFEG ഉണ്ട്. ദെൻ അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു IFEG ഉണ്ട്. ഈ ഒരു IFEG ഉണ്ട്. ഇതൊക്കെ ഷോർട്ട് ടൈം ഡ്രോൺ ലിക്വിഡിറ്റീസ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകുന്നുള്ള രീതിയിലേക്ക്, മുകളിലേക്ക് പോകുന്നുള്ള രീതിയിൽ. അപ്പിലേക്കാണെങ്കിൽ, ഇനി ഡൗണിലേക്കാണെങ്കിൽ താഴോട്ട് വരുന്നത്. ഇത് മന്ത്ലി ബയാസ് ആയതുകൊണ്ട് നമ്മൾ ഡേ ഇൻട്രാഡേ ആയതുകൊണ്ട് മന്ത്ലി ബയാസിൽ ഇത്രയും നോക്കിയാൽ മതി. നമുക്ക് മെയിനായിട്ട് വീക്ക്ലി ബയാസും ഡെയിലി ബയാസുമാണ് പ്രധാനം. ഇതിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, എക്സ്പാൻഷൻ ആണോ റിജക്ഷൻ ആണോ ഓർഡർ ഫ്ലോ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓർഡർ ഫ്ലോയിനകത്ത് വന്നിരിക്കുന്നത് ഹൈ റിജക്റ്റ് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു, ഹൈ റിജക്റ്റ് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പുതിയൊരു ഹൈ ഉണ്ടാക്കി, ഹൈ റിജക്റ്റ് ചെയ്തു. ഈ ലോയിലേക്ക് വരണം. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയത്തിൻ്റെ പ്രീവിയസ് റേഞ്ചിൻ്റെ ഡിസ്കൗണ്ട് ഏരിയയിലാണ് ഹൈ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ലോ വരണം എന്നുള്ള രീതിയാണ് നോക്കാം. അപ്പോൾ മന്ത്ലിയിലൊരു ബീറിഷ് ബയാസാണ്, താഴേക്ക് വരണം എന്നുള്ള രീതിയിൽ. വീക്ക്ലിയിൽ എന്താ നോക്കാം. വീക്ക്ലിയിൽ ഒരു റേഞ്ചിങ് ആണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി. അപ്പോൾ വീക്ക്ലിയിൽ അതിൻ്റെ തൊട്ട് മുമ്പ് വരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ റിജക്റ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ബ്രേക്ക് ചെയ്തു, പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ റിജക്റ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ റിജക്റ്റ് ചെയ്ത് ഇവിടെ ഒരു ലോവർ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ബട്ട് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു തിരിച്ച് വന്നു മാർക്കറ്റ്. ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല, ബോഡി ബ്രേക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബോഡി ബ്രേക്ക് കിട്ടണം. അപ്പോഴാണ് പുതിയ ഹൈ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. കറൻറ്റിലുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഹൈ ഇതും റേഞ്ച് ലോ ഇതുമാണ്. അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ അതിനകത്ത് CRT നോക്കുകയാണെങ്കിൽ, വീക്ക്ലി CRT നോക്കുകയാണെങ്കിൽ വീക്ക്ലി CRT ഇതാണ്. വീക്ക്ലി CRT ഹൈ, ദെൻ വീക്ക്ലി CRT ലോ ഇതാണ്. വീക്ക്ലി CRT ലോ, വീക്ക്ലി CRT വന്നേക്കുന്നത് ഏത് വീക്കാന്ന് വെച്ചാൽ 28 ജൂലൈ 2025 വീക്കിലാണ്. ദെൻ വീക്ക്ലി CRT മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് മന്ത്ലി FEGയിലേക്ക് തന്നെയാണ്. അത് വീക്ക്ലിയിൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ വീക്ക്ലിയിൽ റേഞ്ച് ഹൈസ് എടുത്തേക്കുന്നേ ഉള്ളൂ. ഇവിടെ ഈ ഒരു റേഞ്ച് ഹൈ എടുത്തു എന്നുള്ള രീതിയാണ്. പിന്നെ ഈ റേഞ്ച് ഹൈ എടുത്തു, ഈ ഒരു OB എടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ FEGയുടെ സ്റ്റാർട്ടിങ് നിൽക്കുന്നു, മന്ത്ലി FEGയിലേക്ക് വന്നു. ഇവിടെ ഒരു IFEG ഉണ്ട്, IFEG എടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. IFEG ഉണ്ട്. അപ്പോൾ അതൊരു വീക്ക്ലി ബേസിസിൽ ഒരു നല്ലൊരു കീ ലെവലാണ്. ആ കീ ലെവൽ എടുത്തിട്ട് തിരിച്ച് വീക്ക്ലി CRT ലോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോക്കിനി അപ്പോൾ വീക്ക്ലി ബയാസസ് ഒരു ബീറിഷ് ബയാസസ് ആണ്. ഡെയിലി ഒരു ബീറിഷ്, മന്ത്ലി ഒരു ബീറിഷാണ്, വീക്ക്ലി ഒരു ബീറിഷാണ്. ഡെയിലിയിലേക്ക് പോവാം. ഡെയിലിയിൽ വരുമ്പം ഡെയിലിയിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഡെയിലി ഒരു എക്സ്പാൻഷൻ വീക്കാണ്. ലോയിൽ നിന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ റിജക്റ്റ് ചെയ്ത് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ
ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, റിജക്റ്റ് ചെയ്തു, ഹൈ റിജക്റ്റ് ചെയ്തു, നേരെ വന്ന് ലാസ്റ്റ് ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു MSS തന്നു. MSS തന്നപ്പോൾ നമുക്കിവിടെ ഷിഫ്റ്റായി, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റായി, MSS തന്നു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി നമുക്ക്. ഇനിയിപ്പോൾ നേരെ ചേഞ്ചായി പുതിയ ലോ ഉണ്ടാക്കി, ലോവർ ലോ ഉണ്ടാക്കി. ഇനി ലോവർ ഹൈ ഉണ്ടാക്കുമോ എന്താ കാര്യം നോക്കാം. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹൈയിലേക്ക്, ഇതപ്പോൾ ഇൻസൈഡ് ഹൈസ് ഇൻസൈഡ് ലോസ് എന്നുള്ള രീതി മാറും. ഇല്ല ഇത് താഴോട്ടേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇവിടെ പുതിയൊരു ഹൈ ഉണ്ടാക്കി താഴോട്ട് പോകും. അതിന് ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ ഈ റേഞ്ച് ഇപ്പോൾ കറണ്ടിലുള്ളതാണ് റേഞ്ചിലെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഇവിടേക്ക് വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് വരുമോ എന്നുള്ള രീതിയാണെങ്കിൽ ഇവിടെ വരെ വരണം, ഇല്ലെങ്കിൽ ഇവിടെ എവിടെ വന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു പോകാന്നുള്ള രീതി തന്നെയാണ്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഫ്യൂച്ചർ എന്ന്. നമുക്ക് ഇതിൻ്റെ എങ്ങനെയായിരിക്കും CRT നോക്കാം. ഡെയിലി CRT ഇതാണ് ഡെയിലി CRT വരുന്നത്. ഡെയിലി CRT ഹൈ, ഡെയിലി CRT ലോയ്, ഇതിപ്പോൾ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് തേഴ്സ്ഡേത്തെ എന്താ റിവൈസ് അടിച്ച് നോക്കുന്നു, റീപ്ലേ ആയതുകൊണ്ടാണ് ഇത് ഫുൾ ക്യാൻഡിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഫുൾ ക്യാൻഡിൽ കാണിക്കില്ലായിരുന്നു, ഇതിപ്പം ഈ ക്യാൻഡിൽ ഉണ്ടാവില്ലായിരുന്നു, നമുക്ക് ഈ 3 ക്യാൻഡിൽസേ ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളത്. ഡെയിലി മാനിപ്പുലേറ്റ് ചെയ്തത് ഇവിടുത്തെ ഈ IFEGയിലേക്കാണ്, IFEGയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു CRT ലോയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഡെയിലിയിൽ ഒരു ബീറിഷ് ബയാസ് ആണ് കാണിക്കുന്നത്. നമുക്കത് 4 ഹവറിലേക്ക് നോക്കാം. 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഡെയിലി നമ്മൾ വീക്ക്ലി പ്രൊഫൈൽ നോക്കാനുണ്ട്. വീക്ക്ലി പ്രൊഫൈൽ നോക്കുമ്പോൾ മൺഡേ ഒരു എക്സ്പാൻഷൻ ആയിരുന്നു, അതൊരു കീ ലെവലിലേക്ക് വന്നു, ഇവിടെ ഒരു കീ ലെവലിലേക്ക് വന്നു. ട്യൂസ്ഡേ വേറൊരു കീ ലെവലിലേക്ക് വന്നിട്ട് വരികയും ചെയ്തു, ഇവിടെ ഒരു ഹൈ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മിക്സാണ്, എക്സ്പാൻഷൻ വീക്ക് 1ൻ്റെയും എക്സ്പാൻഷൻ വീക്ക് പ്രൊഫൈൽ 2ൻ്റെയും ഒരു മിക്സാണ്. എന്താണെങ്കിലും അതിൻ്റെ അർത്ഥം വരുന്നത് പിന്നെ അങ്ങോട്ടേക്ക് കണ്ടിന്യൂഷനാണ്, എക്സ്പാൻഷൻ വീക്കാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബാക്കിയെല്ലാം റിവേഴ്സിൽ കണ്ടിന്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ താഴേക്കുള്ള എക്സ്പാൻഷനാണ് പറയുന്നത്. താഴേക്കുള്ള എക്സ്പാൻഷൻ ആകുമ്പോൾ ബിയറിഷ് ബയസാണ്. അപ്പോൾ താഴേക്കാണ് തേഴ്സ്ഡേയും ഫ്രൈഡേയും, ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ, താഴെ പോലും ഫ്രൈഡേയിലേക്ക് അല്ലെങ്കിൽ തേഴ്സ്ഡേയിൽ ഒരു കീ ലെവലിലേക്ക് എത്തും. കീ ലെവലിൽ എത്തിയിട്ട് അവിടെ നിന്ന് റേഞ്ചിങ് എന്നുള്ള രീതിയിലാണ് എക്സ്പാൻഷൻ വീക്ക് പ്രൊഫൈൽ കാണിക്കുന്നത്, വീക്ക്ലി പ്രൊഫൈലിൽ. അപ്പോൾ തേഴ്സ്ഡേ താഴോട്ടുള്ളതെന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 4 ഹവറിൻ്റെ ബയാസസ് നോക്കാം. 4 ഹവർ ബയാസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്യാൻഡിൽ വരുന്ന 5 AM ക്യാൻഡിലാണ് വരുന്നത്. ന്യൂയോർക്ക് ടൈമാണ് 5 AM ക്യാൻഡിൽ. അപ്പോൾ 4 AM പുതിയൊരു റേഞ്ച് ഉണ്ടാക്കി, 4 ഹവർ ബയാസിൽ ഒരു പുതിയ റേഞ്ച് ഉണ്ടാക്കി. പഴയ റേഞ്ച് ഇവിടെ ഒരു റേഞ്ച് ക്ലോസ് ചെയ്തു, പുതിയൊരു റേഞ്ച് ഇവിടെ, റേഞ്ച് ഹൈന്ന് റേഞ്ച് ലോയിലേക്ക്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ പുതിയൊരു റേഞ്ച് ലോ ഉണ്ടാക്കും. അതിനുള്ള പോക്കാണ്. ഇവിടെ ഡിസ്കൗണ്ടിൽ വന്നിട്ട് ഈ 4 ഹവർ ബയാസിൻ്റെ ഡിസ്കൗണ്ട് ഏരിയ ഇവിടെയാണ് ഉള്ള. ഈ ഡിസ്കൗണ്ട് ഏരിയയിൽ ഡിസ്കൗണ്ട് ഏരിയയിൽ ഇവിടെ ഒരു IFEGയിൽ വന്ന് മാർക്കറ്റ് ഇതെടുത്ത് IFEGയും ഉണ്ട്, ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് കൊണ്ട് റിജക്ഷൻ, എന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഹൈ ഉണ്ടാക്കി, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മൂവ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് MSSന് ശേഷമുള്ള. ഓക്കെ, അപ്പം ഇത് 4 ഹവർ ബയേഴ്സ് ഒരു ബീറിഷ് ബയേഴ്സ് ആണ്. നമുക്ക് 4 ഹവറിലുള്ള CRT എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം. ഇതാണ് 4 ഹവറിൽ 5 AM നമുക്ക് 1 AM എടുക്കാൻ പറ്റും, കാരണം 5 AM 1 AM ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ 5 AM ആണ് നമ്മുടെ CRT. 4 ഹവർ CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 AM CRT ആണ്. അതിൻ്റെ CRT ഹൈയും CRT ലോയും മാർക്ക് ചെയ്തു. CRT ലോയും മാർക്ക് ചെയ്തു. നമ്മൾ നമ്മുടെ ഡെയിലി CRT ഉണ്ടല്ലോ അല്ലേ, ഡെയിലി CRT ABC ഡെയിലി CRT ടൈം. ഓക്കെ, ലോയും മാർക്ക് ചെയ്തു. നമുക്കിനി നോക്കാം. ഇത് ഹൈ, നമ്മുടെ ബയാസ് എന്ന് പറഞ്ഞാൽ 4 വീക്ക്ലി ബയാസ് ബീറിഷാണ്, മന്ത്ലി ബയാസ് ബീറിഷാണ്, വീക്ക്ലി ബയാസ് ബീറിഷാണ്, ഡെയിലി ബയാസ് ബീറിഷാണ്. സോ 4 ഹവർ ബയാസും ബീറിഷാണ്. അപ്പോൾ നമുക്ക് CRT ബീറിഷായിട്ടാണ് കിട്ടുന്നതെങ്കിൽ
ഫുൾ നമുക്ക് എടുക്കാം. അല്ല ഓപ്പോസിറ്റാണ് ബയാസ് കിട്ടുന്നതെങ്കിൽ, ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് CRT കിട്ടുന്നതെങ്കിൽ, എൻട്രി കിട്ടുന്നതെങ്കിൽ 50% ഓഫ് CRT എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. നേരെ 15 മിനിറ്റ്സിലേക്ക് മാറ്റാം, ഷിഫ്റ്റ് ചെയ്യാം. 15 മിനിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് സ്പീഡൊന്ന് കുറയ്ക്കുന്നുണ്ട്. നോക്കാം 9:30 ക്യാൻഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ബ്രേക്ക് ചെയ്തത് 9:30 ക്യാൻഡിലാണ്. 9:15 ബ്രേക്ക് ചെയ്തു. 9:15 ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു OB ആണത്. അത് ബ്രേക്ക് ചെയ്തത് ഒരു കീ ലെവലിലേക്കാണോ എന്നുള്ള കാര്യം ഒന്ന് നോക്കണം കേട്ടോ. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്. ഇതാ ഇവിടെ തൊട്ട് താഴെയുള്ള കീ ലെവൽ ഇതാണ്. നമുക്ക് കീ ലെവൽ എന്തായാലും നിർബന്ധമാണ്. ഇത് കീ ലെവലാണ്. പിന്നെ ഇതൊരു OB ആണ്. ഈ FEGൻ്റെ തൊട്ട് താഴെയുള്ള OB കീ ലെവൽ. ഓക്കെ, OB ആണ് ഈ കീ ലെവൽ. നമുക്ക് 50 മിനിറ്റ്സിൽ നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കുമ്പോൾ ആ കീ ലെവൽ ടച്ച് ചെയ്തു. അപ്പോൾ ടച്ച് ചെയ്ത് പെർജ് ചെയ്ത ക്യാൻഡിൽ, CRT ലോ പെർജ് ചെയ്ത ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ അത് OB ആയിട്ട് മാറി. OB ആയിട്ട് മാറുന്ന ഇപ്പോഴല്ല, ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ആവണേക്കാട്ടും മുമ്പ് ഇതിപ്പോൾ OB ആണ്. ഇപ്പോഴാണ് ഇത് OB ആയത്. കാരണം പെർജ് ചെയ്തത് എപ്പോഴാണ്, അപ്പോഴാണ് OB ആവുന്നത്. OB ആയി. നമുക്ക് നോക്കാം. അത് തിരിച്ച് വന്നപ്പോഴേക്കും, ക്രോസ് ചെയ്തപ്പോഴേക്കും അത് CASD ആയിട്ട് ചേഞ്ച് ചെയ്തു. കുറച്ച് ബാക്ക് ചെയ്തപ്പോൾ CASD ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എൻട്രി ആണ്. 9:45 ആയില്ലേ, 9:30 ക്യാൻഡിലായി. 9:45 നമുക്ക് എൻട്രി ഇടാം. 9:45 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കാണ് എൻട്രി. പക്ഷെ 9:45 ആയില്ല. 9:45 ഓക്കെയാണ്. നമുക്ക് 9:45 to 11:15 വരെ ഓക്കെ ആണ്. നമുക്ക് ഒരു ഇതാണ് നമ്മുടെ ഒരു 15 പിപ്പ് താഴേക്ക്, 61 അല്ലേ, 10 പിപ്പ് താഴെ 51 വരെ ഇട്ടു. 61 10 പിപ്പ് താഴെ 51. 1:2 എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് നോക്കാം എന്തായിരുന്നു എന്നുള്ള കാര്യം. അടിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം നോക്കാം. അതെനിക്ക് TP ആയിരുന്നു, എൻട്രി എടുത്തായിരുന്നു. ഓക്കെ, എൻട്രി എടുത്തായിരുന്നു. അത് 9:45 എൻട്രി വന്നു. 10 o'clock വീണ്ടും 9:45 എൻട്രി എടുത്തില്ല. 10 o'clock കറക്റ്റ് എൻട്രി എടുക്കുന്നത്. 9:45 കഴിഞ്ഞിട്ട് എൻട്രി ഇട്ട് കഴിഞ്ഞിട്ട് 10 o'clock എൻട്രി അടിച്ചു. 10:15 ആയപ്പോൾ TP അടിച്ചു 50%. ഇനി എന്തായിരിക്കും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ന് നോക്കാം. കാരണം നമുക്ക് ഫുള്ള് പോവോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കാം. എന്നുള്ള റീസണും പറയാം. താഴോട്ടേക്ക് വന്നു. കാരണം എന്താ, ഫുള്ള് പോവാത്തതിന് നമ്മൾ ഫുള്ള് ഇടാതെ ഒരു 1:2 ഇട്ടു. ഒരു 50% ചെയ്തിരുന്നാൽ നമ്മുടെ ബയാസ് ബിയറിഷ് ബയാസ് ആണ്. ബട്ട് ഇതിനകത്ത് വന്നേക്കുന്നത് ബുള്ളിഷ് ആയതുകൊണ്ട്, ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഡെയിലി ബയാസ് ബിയറിഷും 4 hours ഇത് വന്നേക്കുന്നത്. എൻട്രി വരുന്നത് ബുള്ളിഷും ആകുമ്പോൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഹയർ ബയാസിൻ്റെ ഓപ്പോസിറ്റാണ് ലോവർ ബയാസ് വരുന്നെങ്കിൽ 50% എന്നുള്ള രീതിയിലാണ്. കറക്റ്റ് രണ്ടും സെയിം ആണെങ്കിൽ CRT ലോ വരെ നമുക്ക് റൺ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോൺ ലിക്വിഡിറ്റി വരെ റൺ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ CRT 5am CRT നമുക്ക് TP ആയിരുന്നു. ഓക്കെ.